ഹായ് ഓൾ, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് ഇതെന്താണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കാരണം പാരഗ്രാഫായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാം. ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിലൂടെ ഉറപ്പായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലം എവിടെയാണ്? കണ്ണമൂലയിലാണ്. കണ്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലം കണ്ണമൂല, കൊല്ലൂര് കണ്ണമൂല. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള. യഥാർത്ഥ പേര് അയ്യപ്പൻ, ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള. ഇനി സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമി. വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്ന് സമർത്ഥിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് വേദാധികാര നിരൂപണം. അപ്പോൾ വേദാധികാര നിരൂപണം ആരുടെയാണ്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലമാണ് പന്മന. ആശ്രമം കൊല്ലം, പന്മനയാണ് കേട്ടോ, കൊല്ലം ജില്ലയിലാണ്. സ്വാമി വിവേകാനന്ദൻ കേരള സന്ദർശന വേളയിൽ ചട്ടമ്പി സ്വാമികളുമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? എറണാകുളം. സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചപ്പോൾ ചട്ടമ്പി സ്വാമികളെ കണ്ടത് എവിടെ വെച്ചാണ്? എറണാകുളം. കാക്ഷായം ധരിക്കാത്ത സന്യാസി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. ക്രിസ്തുമതത്തെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ എഴുതിയ പുസ്തകമാണ് ക്രിസ്തുമത ചേതനം. അപ്പോൾ രണ്ട് പുസ്തകങ്ങളുടെ പേര് പഠിച്ചു, വേദാധികാര നിരൂപണവും അതുപോലെ ക്രിസ്തുമത ചേതനവും. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും ആദ്യമായി കണ്ടുമുട്ടിയ വർഷം 1882. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ചട്ടമ്പി സ്വാമികളെക്കുറിച്ച്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം അത് വടിവീശ്വരം. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഏതാണ്? വടിവീശ്വരം. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ആരായിരുന്നു? നീലകണ്ഠ തീർത്ഥപാദനാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ. ചട്ടമ്പി സ്വാമികൾ സമാധിയായ വർഷം 1924. ചട്ടമ്പി സ്വാമി സമാധിയായത് 1924. പ്രാചീന മലയാളം എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ 3 കൃതികൾ ഇപ്പം നമ്മൾ പഠിച്ചു. വേദാധികാര നിരൂപണം, അതുപോലെ പ്രാചീന മലയാളം, പിന്നെ ഏതായിരുന്നു? ക്രിസ്തുമത ചേതനം. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരായിരുന്നു? ചട്ടമ്പി സ്വാമികളുടെ ഗുരു തൈക്കാട് അയ്യ. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. അഹിംസ, ജീവകാരുണ്യം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് ജീവകാരുണ്യ നിരൂപണം. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ അടുത്ത കൃതിയാണ് ജീവകാരുണ്യ നിരൂപണം. അഹിംസ, ജീവകാരുണ്യം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ചട്ടമ്പി സ്വാമി രചിച്ചതാണ് ജീവകാരുണ്യ നിരൂപണം. ചട്ടമ്പി സ്വാമികളുടെ സ്മരണാർത്ഥം ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2014. ചട്ടമ്പി സ്വാമികളുടെ സ്മരണാർത്ഥം ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരളത്തിൽ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജീവകാരുണ്യ ദിനമാണ്. ഓക്കെ, അദ്വൈത ചിന്താ പദ്ധതി ആരുടെ കൃതിയാണ്? അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ അടുത്ത കൃതിയാണ് അദ്വൈത ചിന്താ പദ്ധതി. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും കണ്ടുമുട്ടിയ സ്ഥലമാണ് അണിയൂർ ക്ഷേത്രം. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും കണ്ടുമുട്ടിയത് അണിയൂർ ക്ഷേത്രം. അപ്പോൾ സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? അത് എറണാകുളമാണ് അല്ലേ. ചട്ടമ്പി സ്വാമികളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പേര്? വാസുദേവ ശർമ്മ നങ്ങമ്മ പിള്ള. ഓക്കെ, വാസുദേവ ശർമ്മ നങ്ങമ്മ പിള്ള എന്നാണ്
ചട്ടമ്പി സ്വാമികളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പേര്. അടുത്തത് ബാലഭട്ടാരകൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. തീർത്ഥപാദ പരമഹംസർ ആരുടെ ശിഷ്യനായിരുന്നു? ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾക്ക് സർവ്വവിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടര യോഗമാണ്. ചട്ടമ്പി സ്വാമികൾക്ക് സർവ്വവിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടര യോഗം. ചട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്തഹം. അപ്പോൾ സമാധി സപ്തഹം ആര് രചിച്ചു? പണ്ഡിറ്റ് കറുപ്പൻ. ആർക്ക് വേണ്ടിയിട്ട്? ചട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ച്. യോഗവിദ്യ അഭ്യസിക്കുന്നതിന് ചട്ടമ്പി സ്വാമികളെ സഹായിച്ചത് പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. യോഗവിദ്യ അഭ്യസിക്കുന്നതിനായി ചട്ടമ്പി സ്വാമികളെ സഹായിച്ചത് പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. അടുത്തത്, കേരളത്തിലെ മഹാനായ പണ്ഡിത സന്യാസി എന്ന് ചട്ടമ്പി സ്വാമികളെ വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ഒരു മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച്. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല കൃതിയായി കരുതപ്പെടുന്നത് സർവമത സാരസ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത കൃതിയാണ് സർവമത സാരസ്യം. ചട്ടമ്പി സ്വാമികളെ സംസ്കരിച്ച സ്ഥലത്ത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആശ്രമം, എവിടെയാണ് അദ്ദേഹത്തിൻ്റെ സമാധി? പന്മന, കൊല്ലം ജില്ല. അപ്പോൾ ആശ്രമം, പന്മന ആശ്രമം. ഓക്കെ. സ്വാമി വിവേകാനന്ദനുമായുള്ള സംവാദത്തിൽ ചിന്മുദ്രയുടെ പ്രാധാന്യം വിശദീകരിച്ചു കൊടുത്തത് ആരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. ഇപ്പോൾ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ഇതിൻ്റെ അപ്പുറത്തൊന്നും ഒന്നും ചോദിക്കില്ല. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും ഇത് തന്നെ വരുള്ളൂ. നിങ്ങളിത് പഠിച്ചാൽ മതി. 100% ഷുവറാട്ടോ. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് ഒരു യുഗപുരുഷൻ നമ്മെ വിട്ടുപോയി എന്ന് ഒരഭിപ്രായം പറഞ്ഞു. അതാരാണ്? അത് ശ്രീനാരായണ ഗുരു ആണ് അങ്ങനെ പറഞ്ഞത്. ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ അനുശോചിച്ച് ഒരു യുഗപുരുഷൻ നമ്മെ പിരിഞ്ഞു എന്ന് പറഞ്ഞത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ തമിഴ് വ്യാകരണവും വേദാന്തവും ചട്ടമ്പി സ്വാമികൾ പഠിച്ചത് സ്വാമിനാഥ ദേശികർ എന്ന ആളിൽ നിന്നാണ്. ഒരു നായയെ പരിപാലിക്കുന്നതിലൂടെ ജീവകാരുണ്യത്തിൻ്റെ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുത്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി ചട്ടമ്പി സ്വാമികളുടെ അടുത്ത കൃതിയാണ് ഏത്? മോക്ഷപ്രദീപ ഖണ്ഡനം. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ പ്രകീർത്തിച്ചെഴുതിയ കൃതിയാണ് നവമഞ്ജരി. ചട്ടമ്പി സ്വാമികളുടെ ഏത് കൃതിയാണ് ഈഴവർക്ക് ക്ഷേത്രപ്രവേശനം നിഷേധിച്ചതിനെതിരെ എഴുതിയത്? അദ്വൈത ചിന്താപദ്ധതി. അപ്പം ചട്ടമ്പി സ്വാമികൾ ഈഴവർക്ക് ക്ഷേത്രപ്രവേശനം നിഷേധിച്ചതിനെതിരെ എഴുതിയ കൃതിയാണ് ഏത്? അദ്വൈത ചിന്താപദ്ധതി. ബ്രാഹ്മണ മേധാവിത്വത്തെ ചോദ്യം ചെയ്ത് ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് വേദാധികാര നിരൂപണം. അപ്പം നമ്മൾ മുൻപ് പറഞ്ഞു അല്ലേ, വേദങ്ങളും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയത്. അതായത് ബ്രാഹ്മണർക്ക് മാത്രമല്ല, അതിൽ ഈഴവർക്കും അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കും എല്ലാം ഇതിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയതാണ് വേദാധികാര നിരൂപണം. അടുത്തത്, താഴെ പറയുന്നവരിൽ ആരാണ് ചട്ടമ്പി സ്വാമികളുടെ സമകാലികനായിരുന്നത്? അപ്പം ചട്ടമ്പി സ്വാമികളുടെ സമകാലീനനായിരുന്ന മറ്റൊരു സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. തർക്കശാസ്ത്രം ആഴത്തിൽ പഠിക്കാൻ ചട്ടമ്പി സ്വാമികളെ സഹായിച്ചത് സുബ്ബ ജഡപാടികളാണ്. തർക്കശാസ്ത്രം ആഴത്തിൽ പഠിക്കാൻ ചട്ടമ്പി സ്വാമികളെ സഹായിച്ചത് ആരാണ്? സുബ്ബ ജഡപാടികൾ. ചട്ടമ്പി സ്വാമികളുടെ ഒരു ജീവചരിത്രം എഴുതി അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് നീലകണ്ഠ തീർത്ഥപാദൻ. ഇനി ക്രിസ്തുമത നിരൂപണം എന്നറിയപ്പെടുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ക്രിസ്തുമത ചേതനം. നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പാടുപെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എന്നാണ്? 1853. അദ്ദേഹത്തിൻ്റെ സമാധി 1924. ചട്ടമ്പി എന്ന വാക്കിന് ആശ്രമത്തിലെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ആൾ അല്ലെങ്കിൽ മോണിറ്റർ എന്ന അർത്ഥം വരുന്നതായി പറയപ്പെടുന്നു. ഈ പേര് ലഭിച്ചത് എവിടെ നിന്നാണ്? പേട്ടയിൽ രാമൻ പിള്ള ആശാൻ്റെ ഗുരുകുലത്തിൽ നിന്നാണ് ചട്ടമ്പി സ്വാമികൾക്ക് ചട്ടമ്പി എന്ന ആ ഒരു ലേബല് ലഭിക്കുന്നത്. ആരുടെ ആവശ്യപ്രകാരമാണ് ചട്ടമ്പി സ്വാമികൾ പ്രാചീന മലയാളം എന്ന പുസ്തകം രചിച്ചത്? അത് സ്വാമിനാഥ ദേശികരുടെ അഭിപ്രായത്തെ തുടർന്നാണ്. ശ്രീ വിദ്യാധിരാജ അല്ലെങ്കിൽ ശ്രീ പരമഭട്ടാരകൻ, ബാലഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾക്ക് തൈക്കാട് അയ്യ പരിചയപ്പെടുത്തി കൊടുത്ത
വിദേശിയാണ് മാക്സ് മുള്ളർ. ആരാണ്? മാക്സ് മുള്ളർ. ഓക്കെ, അപ്പം നമ്മൾ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് കേൾക്കണം, കാരണം ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് നമ്മുടെ നവോത്ഥാന നായകന്മാർ, സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്തയാളെ പരിചയപ്പെടാം. അടുത്തത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെയാണ് പരിചയപ്പെടുന്നത്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാമല്ലേ. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ചെമ്പഴന്തിയിലാണ്. യഥാർത്ഥ പേര് നാണു ആശാൻ. നോക്കിപ്പോക്കോണം, ഇത് നമ്മൾ ഈ പറയുന്ന എല്ലാം PYQ ആണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കളായിരുന്നു മാടനാശാനും കുട്ടിയമ്മയും. അദ്ദേഹം അരുവിപ്പുറത്ത് PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണല്ലേ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം 1903. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഇത് ആരുടെ വചനങ്ങളാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങളാണ്. ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലമാണ് ശിവഗിരി, വർക്കല. ആലുവായിൽ സർവമത സമ്മേളനം നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് ഉപദേശിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരു ആരായിരുന്നു എന്ന് ചോദിച്ചാൽ തൈക്കാടയ്യാണ് അല്ലേ. ചട്ടമ്പി സ്വാമികൾക്ക് ഹഠയോഗ വിദ്യ പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? തൈക്കാടയ്യാണ്. അപ്പം ദൈവദശകം എന്ന കൃതി ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. അതുപോലെ ആത്മോപദേശ ശതകം ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് അത് ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. SNDP യോഗം രൂപീകരിക്കുന്നതിന് കാരണക്കാരനായ സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് എന്താണ്? അത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയാണ്. വർഷം 1888. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചതും ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മഗ്രഹം അറിയപ്പെടുന്നത് വയൽവാരം വീട് എന്നാണ്. ശ്രീനാരായണ ഗുരു സമാധിയായത് 1928. അപ്പോൾ ആരാണ് 1924 സമാധിയായത്? അത് നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ ടാഗോറും തമ്മിൽ കണ്ടുമുട്ടിയത് 1922. ഈ ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ ടാഗോറും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ആ സംഭാഷണം അത് തർജ്ജമ ചെയ്തത് ആരാണ്? അത് കുമാരനാശാനാണ്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1925. ഗാന്ധിജി ഗുരുവിനെ സന്ദർശിച്ചത് എവിടെയാണ്? ശിവഗിരിയിൽ വെച്ചിട്ടാണ്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ആദ്യമായി കണ്ടുമുട്ടുന്നത് 1882. എവിടെ വെച്ചാണ്? അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണെന്ന് നമ്മൾ ചട്ടമ്പി സ്വാമികളുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലേ. SNDP യോഗത്തിൻ്റെ ആദ്യത്തെ അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ചോദിച്ചാൽ കുമാരനാശനാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആണ്. ഇനി SNDPയുടെ മുഖപത്രം എന്താണ്? അത് വിവേകോദയമാണ് കേട്ടോ. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാരനാശാനാണ്. ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ചത് 1918. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് എഴുതിയിരിക്കുന്നത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അത് സദാശിവ അയ്യർ ആയിരുന്നു. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സദാശിവ അയ്യർ. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ എഴുതി വെച്ച വാക്യം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? R. സുകുമാരനാണ് യുഗപുരുഷൻ. ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ പ്രതിഷ്ഠിച്ച ദേവതയാണ് ശാരദാദേവി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന സന്ദേശമടങ്ങിയ ഗുരുവിൻ്റെ പുസ്തകമാണ് ജാതി നിർണയം. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? അത് കളവൻകോട് ക്ഷേത്രത്തിലാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്നത് ഏത് കൃതിയിലെ വരികളാണ്? ആത്മോപദേശ ശതകം. രണ്ടാം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആയിരുന്നു. അദ്ദേഹമായിരുന്നു ഇതിൻ്റെ ഉപാധ്യക്ഷൻ SNDPയുടെ. ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം തപാൽ സ്റ്റാമ്പിൽ അച്ചടിച്ച ആദ്യ വിദേശ രാജ്യമാണ് ശ്രീലങ്ക. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് G. ശങ്കരക്കുറുപ്പാണ്.
നമുക്ക് ജാതിയില്ല എന്ന് ശ്രീനാരായണ ഗുരു വിളംബരം ചെയ്തത് 1916. ദർശനമാല ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി 1967 ശ്രീനാരായണ ഗുരു. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹം ചെയ്യുന്നതിനും പന്തിഭോജനം നടത്തുന്നതിനും യാതൊരു ദോഷവുമില്ല. അതായത് അദ്ദേഹം മിശ്ര വിവാഹത്തെയും പ്രോത്സാഹിപ്പിച്ചു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ അത് ശരിയാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ച് ശ്രീനാരായണ ഗുരു എഴുതിയ കൃതിയാണ് സമാധി ശ്ലോകം അല്ലെങ്കിൽ നവമഞ്ജരി. ഇങ്ങനെ ചോദിക്കാം, നവമഞ്ജരി എന്ന കൃതി ആരുടെ സമാധിയിൽ അനുശോചിച്ച് ശ്രീനാരായണ ഗുരു എഴുതിയതാണെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളാണ് അവിടെ ഉത്തരം വരുന്നത്. തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഇടം നേടിയ ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റി കായൽ, കരുനാഗപ്പള്ളി. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ കന്നേറ്റി കായൽ, കരുനാഗപ്പള്ളി. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും വലിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൈതമുക്ക്, തിരുവനന്തപുരം കൈതമുക്കിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും വലിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പറ്റി PSC ചോദിച്ചിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഇത് കേൾക്കണം, ഇതൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ കേട്ടോ. വർഷവും കൃതികളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ആലത്തൂർ സിദ്ധാശ്രമം സ്ഥാപിച്ചത് ആരാണ്? അത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് കാരോട്ട് ഗോവിന്ദ മേനോൻ. ബ്രഹ്മാനന്ദ സ്വാമിയുടെ ശിവയോഗിയുടെ യഥാർത്ഥ പേരാണ് കാരോട്ട് ഗോവിന്ദ മേനോൻ. ആനന്ദ മഠം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച സ്ഥലമാണ് കൊല്ലങ്കോട്, പാലക്കാട് കൊല്ലങ്കോട്ട്. ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ മഹാസഭ എന്ന സംഘടന സ്ഥാപിച്ചതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വിഗ്രഹാരാധനയെ ശക്തമായി എതിർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. സ്ത്രീ വിദ്യാപോഷിണി എന്ന കൃതിയുടെ കർത്താവും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ ദർശനം ആരുടെ തത്വചിന്തയാണെന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ ചിന്തയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി സമാധിയായ വർഷം 1929. സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗി സമാധിയായ വർഷം ചോദിച്ചാൽ 1929. സിദ്ധാനുഭൂതി എന്ന കൃതി ആരുടേതാണ്? അത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടേതാണ്. ആനന്ദസൂത്രം രചിച്ചത് ആരാണ്? അത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്ന് വിശേഷിക്കപ്പെട്ടത് ആരാണ്? അത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ്. അടുത്തത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്ട് ജനിച്ച നവോത്ഥാന നായകൻ സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ സ്ഥാപിതമായത് 1918. ശിവയോഗ രഹസ്യം എന്ന കൃതിയുടെ കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. യോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും വിമർശിച്ച് ബ്രഹ്മാനന്ദ ശിവയോഗി രചിച്ച നാടകമാണ് ആനന്ദകൽപദ്രുമം ആരുടേതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് ആനന്ദകൽപദ്രുമം. അടുത്തത് ആനന്ദ വിമാനം ആരുടെ കൃതിയാണ്? അത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. ആനന്ദ വിമാനം ആരുടേതാണ്? ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. സാർവജനീനമായ ഒരു മതം എന്ന ആനന്ദമതത്തെ വിശേഷിപ്പിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ പ്രധാന ശിഷ്യനായിരുന്നു വാഗ്ഭടാനന്ദൻ. അഹിംസയ്ക്കും സത്യത്തിനും പ്രാധാന്യം നൽകി ആനന്ദമതം എന്ന ദർശനത്തിന് രൂപം നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഭാര്യയുടെ പേരാണ് യോഗിനി മാത. സിദ്ധാശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? അത് പാലക്കാട് ആലത്തൂരാണ്. സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് 1852. വിഗ്രഹാരാധന ഖണ്ഡനം എന്ന പുസ്തകം എഴുതിയത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ്. വിഗ്രഹാരാധന ഖണ്ഡനം. മതം, ജാതി, ദൈവം എന്നിവയെ നിരാകരിച്ച് മനസ്സ് എന്ന സങ്കല്പത്തിന് പ്രാധാന്യം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദജാതി, ആനന്ദമതം,
ആനന്ദ ദൈവം എന്ന് വിഭാവനം ചെയ്തത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ്. ആനന്ദ ഗുരു ഗീത എന്ന് രചിച്ചത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന കൃതി എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. എന്നാൽ മോക്ഷപ്രദീപം എന്നത് ആരുടേതാണ്? അത് സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. മനുഷ്യൻ്റെ യഥാർത്ഥ ദൈവം അവൻ്റെ ഉള്ളിലെ ആനന്ദമാണെന്ന് പഠിപ്പിച്ച ഗുരുവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി സ്ത്രീ വിദ്യാപോഷിണി എന്ന കൃതി രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ ദർശനത്തിൻ്റെ അടിസ്ഥാന തത്വമാണ് യഥാർത്ഥ സന്തോഷം ഓരോ വ്യക്തിയുടെയും ഉള്ളിലാണ് എന്നുള്ളത്. യോഗിനി മാത എന്ന പേരിൽ പ്രസിദ്ധിയായ തങ്കമ്മ ആരുടെ ഭാര്യയായിരുന്നു? അത് സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ ഗാന്ധി എന്ന അനുയായികൾ സ്നേഹത്തോടെ വിളിച്ചത് ആരെയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയെയാണ്. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ആരംഭിച്ച സംഘടനയാണ് ആനന്ദ മഹാസഭ. രാജയോഗത്തെ അടിസ്ഥാനമാക്കി ഒരു പുതിയ മതദർശനത്തിന് രൂപം നൽകിയ നവോത്ഥാന നായകനാണ് സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദലഹരി എന്ന കൃതിയുടെ കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. സിദ്ധാശ്രമം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗി. അറിവ് എന്ന മാസികയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മതദർശനം എന്ന പുസ്തകം രചിച്ചത് സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ് ആനന്ദ മതദർശനം. അടുത്തത് ജ്ഞാനക്കുമ്മി, അതും അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രാർത്ഥനാഞ്ജലി, ജ്ഞാനക്കുമ്മി, ആനന്ദ മതദർശനം ഇവയൊക്കെ സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ഉപയോഗിച്ച പ്രധാന മാധ്യമം പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും ആയിരുന്നു. മനോനിയന്ത്രണത്തിലൂടെയും രാജയോഗത്തിലൂടെയും മോക്ഷം നേടാമെന്ന് പഠിപ്പിച്ച ഗുരുവാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. താഴെ പറയുന്നവയിൽ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ കൃതി ഏതാണ്? അപ്പോൾ അതിനകത്ത് ജാതിക്കുമ്മിയുണ്ട്, ദൈവദശകമുണ്ട്, മോക്ഷപ്രദീപമുണ്ട്. അപ്പോൾ ദൈവദശകം അല്ല, ഏതാണ്? അത് മോക്ഷപ്രദീപമാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടേത്. ജാതിക്കുമ്മി പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റേതും ദൈവദശകം ശ്രീനാരായണ ഗുരുവിൻ്റേതുമാണ് അല്ലേ. ആരുടെ ദർശനങ്ങളാണ് യുക്തിവാദം എന്ന ആശയത്തിന് കേരളത്തിൽ അടിത്തറ പാകിയതെന്ന് ചോദിച്ചാൽ അത് സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ്. അപ്പോൾ സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ പഠിച്ചത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം. ഇതെല്ലാം PYQ ആണ് കേട്ടോ. അടുത്ത നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി എന്ന കൃതിയുടെ കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം എവിടെയാണ്? ചേരാനെല്ലൂർ, എറണാകുളം. അരേ സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. എന്നാണ്? 1913. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനം നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കൊച്ചി മഹാരാജാവ് പണ്ഡിറ്റ് കറുപ്പന് നൽകിയ ബിരുദമാണ് കവിതിലകം. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. ജാതീയമായ ഉച്ചനീചങ്ങൾക്കെതിരെ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ പ്രധാന കൃതിയാണ് ജാതിക്കുമ്മി. ആചാരഭൂഷണം എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. കൊടുങ്ങല്ലൂരിൽ കല്യാണദായിനി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. അരയൻ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. ബാലകലേശം എന്ന കൃതിയുടെ കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ യഥാർത്ഥ പേരാണ് കെ പി കറുപ്പൻ, കണ്ടത്തിപ്പറമ്പിൽ പാപ്പു കറുപ്പൻ. കൊച്ചിയിലെ പുലയർക്ക് വേണ്ടി ജ്ഞാനോദയം സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. എറണാകുളത്ത് തേവരയിൽ സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. അപ്പോൾ സുധർമ്മ സൂര്യോദയ സഭ ആരുടെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെയാണ്. പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ച മഹാരാജാവാണ് കൊച്ചി മഹാരാജാവ്. ഉദ്യാനവിരുന്ന് എന്ന നാടകം പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിതയാണ് സ്തോത്രമന്ദാരം പണ്ഡിറ്റ് കറുപ്പൻ്റെ ആദ്യ കവിത. കൊച്ചി കായലിൽ വള്ളങ്ങൾ ചേർത്ത് കെട്ടി നടത്തിയ സമ്മേളനമാണ് കായൽ സമ്മേളനം. ലളിതോപഹാരം എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗുരുവായിരുന്നു അഴീക്കൽ വേലു വൈദ്യൻ. പണ്ഡിറ്റ് കറുപ്പൻ അന്തരിച്ചത് 1938. അരയ സമാജത്തിൻ്റെ ആദ്യ ശാഖ സ്ഥാപിച്ചത് എറണാകുളം തേവരയിലായിരുന്നു. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് 1885, മരണമെന്നാണ് 1938. ധീവരൻ എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. പഞ്ചവടി എന്ന കാവ്യം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. കേരള ലിങ്കൻ എന്ന പണ്ഡിറ്റ് കറുപ്പനെ വിശേഷിപ്പിച്ചത് സാധു
സാധു KP തയ്യിലാണ്. അടുത്തത് ശകുന്തള എന്ന കാവ്യം രചിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. സൗഭാഗ്യലഹരി ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചി രാജാവ് രാമവർമ്മ 6-ാം തമ്പുരാന്റെ ഷഷ്ടി പൂർത്തിയോടനുബന്ധിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ബാലകലേശം. സംസ്കൃത പഠനത്തിനായി പണ്ഡിറ്റ് കറുപ്പനെ സഹായിച്ചത് അന്നമ്മ നട രാമപിഷാരടിയാണ്. അടുത്തത് മംഗളമാല എന്ന കൃതിയുടെ കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. വാല സമുദായ പരിഷ്കരണി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. വാല സമുദായ പരിഷ്കരണി സഭ ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചിയിലെ അധസ്ഥിതരുടെ വിദ്യാഭ്യാസത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രൈമറി വിദ്യാലയമാണ് അഞ്ചപ്പാലം, ചേരാനെല്ലൂർ. ചിത്രലേഖ എന്ന കാവ്യം ആരുടേതാണ്? പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചിയിലെ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ കൂടിക്കാഴ്ചയെ പ്രമേയമാക്കി പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച നാടകമാണ് ഉദ്യാന വിരുന്ന്. അയിത്തത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി. എഡ്വേർഡ് വിജയം എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ചേരാനെല്ലൂരാണ്. അരയ പ്രശസ്തി എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. കായൽ സമ്മേളനത്തിന് പ്രചോദനമായ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ചില സ്രോതസ്സുകൾ ഇങ്ങനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ യഥാർത്ഥ പ്രചോദനം കരയിൽ യോഗം ചേരാൻ അനുവദിക്കാത്തതായിരുന്നു. സുധർമ്മ സൂര്യോദയ സഭയുടെ പ്രവർത്തന മേഖലയായിരുന്നു എറണാകുളം. മഹർഷി എന്ന് പണ്ഡിറ്റ് കറുപ്പനെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. ഏത് സമുദായത്തിൻ്റെ ഉന്നമനത്തിനാണ് പണ്ഡിറ്റ് കറുപ്പൻ കല്യാണദായിനി സഭ സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ അത് പുലയ സമുദായം. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന പണ്ഡിറ്റ് കറുപ്പൻ ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചത്? അദ്ദേഹം കൊച്ചിയായിരുന്നു കേട്ടോ. കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്നു. ആര്? ശ്രീമൂലം പ്രജാസഭയിലല്ല, കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലായിരുന്നു ആരംഗമായിരുന്നത്? നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ അംഗമായിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ നാടകമാണ് ബാലകലേശം. കൈരളി കൗതുകം എന്ന മാസികയുടെ പത്രാധിപനായിരുന്ന നവോത്ഥാന നായകൻ. കൈരളി കൗതുകം എന്ന മാസികയുടെ പത്രാധിപൻ ആരായിരുന്നു? അത് പണ്ഡിറ്റ് കറുപ്പനായിരുന്നു. ഓക്കെ, അപ്പോൾ പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് PSC റിപ്പീറ്റഡ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് പഠിക്കുന്നത്. ഒരുപാട് പഠിച്ചു പോയാലും നമുക്ക് കൺഫ്യൂഷനാകും. ഈ 3 പേരെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഇവരുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടത്. അപ്പോൾ ക്ലാസ് നിങ്ങൾ വീണ്ടും കേൾക്കുക. കേട്ട് നിങ്ങളുടെ ഓർമ്മയിൽ ഇത് സൂക്ഷിച്ച് വെക്കുക. നവോത്ഥാന നായകന്മാരെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് കാണേണ്ടവർ അത് കാണുക. ഇല്ല ക്വസ്റ്റ്യൻസ് സ്മാർട്ട് വർക്ക് എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമാണ് നമ്മുടെ സ്മാർട്ട് വർക്ക്. കാരണം എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ നമുക്ക് കിട്ടിക്കഴിയുമ്പം അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പോയിൻറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.